ഇപ്പൊ ഈ മുവാത്തായില് ഇപ്പൊ ചാമ്പ്യൻഷിപ്പ് ഇപ്പൊ നമ്മള് കരാട്ടയില് ചാമ്പ്യൻഷിപ്പ് കിട്ടുമ്പോ അല്ലെങ്കിൽ നമുക്ക് ബെൽറ്റ് ആയിരിക്കും നമ്മൾ ഓരോ ലെവല് മുന്നോട്ട് പോകുമ്പോൾ ഈ മുവാത്തായില് എങ്ങനെ അത്? മുവാത്തായില് ബെൽറ്റ് ഉണ്ടാവും. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ വായ്ഗറോ എന്ന് പറഞ്ഞ ഇതുണ്ട്, മൊയ്ബോറോൺ അങ്ങനെ ബെൽറ്റാണ്, ഗ്രേഡിന്റെ ബെൽറ്റാണ്. അതും അല്ലാണ്ട് നമ്മൾ മാച്ചിന് നോർമലി സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, നാഷണൽ അങ്ങനെയൊക്കെ മാച്ച് ഇറങ്ങുന്നപ്പം മെഡലിലാണ് വരുന്നത്. പിന്നെ പ്രൊഫഷണലി ഇങ്ങനെ മാച്ച് ചെയ്യുന്നപ്പോൾ ഒരു ബെൽറ്റ് ഉണ്ടാവും, ബെൽറ്റ് മാച്ച് ആയിരിക്കും. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ WWE പിന്നെ അങ്ങനത്തെ MMA, UFC അങ്ങനെ ഉണ്ടാവില്ല, അതുപോലെ ബെൽറ്റ് ആയിരിക്കും. ഈ നമ്മുടെ ഈ ഇന്ത്യയില് സ്പോർട്സിന് ഭയങ്കര ഇപ്പൊ ക്രിക്കറ്റ് ഒക്കെ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനത്തെ മുവാത്തായി ഒക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഫെമിലിയർ അല്ല. അപ്പൊ അത് വേണ്ട റെക്കഗ്നേഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, എന്ന് വെച്ചാൽ ഇന്ത്യയിൽ സ്പോർട്സ് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മള് ക്രിക്കറ്റും ഇങ്ങനെ ഫുട്ബോളും ഇങ്ങനത്തെ ഒരു പിന്നെ സിനിമ ഇതിൽ മാത്രമാണ് എല്ലാവരും ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആരും സെപ്പറേറ്റ് നോക്കൂല. എന്ന് വെച്ചാൽ അവർക്ക് ഒരു നോക്കാനും ഒരു ഐഡിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റും ഫുട്ബോളും മാത്രമാണ്. പിന്നെ കബഡി, ഇങ്ങനത്തെ കബഡി ഒരു നല്ല സ്പോർട്ടാണ്, അങ്ങനെ എല്ലാം നല്ല സ്പോർട്ടാണ്. പക്ഷെ വേറെ വേറെ സ്പോർട്ടിനെ പറ്റി അവർക്ക് അറിയുന്നില്ല. പിന്നെ മാർഷൽ ആർട്സിനെ പറ്റും അവർക്ക് അറിയുന്നില്ല. മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ WWE അങ്ങനത്തെ ഒരു ഫൈറ്റും പറഞ്ഞു വെച്ചിട്ട് ഫൈറ്റ് അങ്ങനെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, ഏകദേശം ബോക്സിങ് അതിനെപ്പറ്റിയൊക്കെ അറിയുന്നുണ്ട്. പിന്നെ സിനിമയിലൊക്കെ വരുന്നപ്പോൾ എല്ലാവരും ഓക്കെ ആയി, നല്ല ഒരു മാർഷൽ ആർട്സിനെ പറ്റി എല്ലാവരും അറിയുന്നുണ്ട്.